ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സിലെ 60ാമത് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സൌമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിക്കും. സുരക്ഷാ പരിശോധനയ്ക്കായി പ്രത്യേക സംഘം രൂപീകരിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിയന്ത്രണം. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ ലീഡ്. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. മാൽദീവ് സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സിലെ 60ാമത് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ പ്രധാനമന്ത്രിക്കും മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനും ഗാർഡ് ഓഫ് ഓണർ നൽകി. മാൽദീവ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. രാത്രി 8 മണിയോടെ തൂത്തുക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ 4800 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. സൌമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണവും വകുപ്പ് തല പരിശോധനയ്ക്കും പുറമെയാണ് മുഖ്യമന്ത്രി പ്രത്യേക സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാന 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന തീരുമാനമെടുത്തു. ഇന്റലിജൻസ് CCTV 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും. ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് കണക്കിലെടുത്ത ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും. ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. കൊടും ക്രിമിനലുകൾക്ക് അന്തർ സംസ്ഥാന ജയിൽ മാറ്റം ആലോചിക്കും. ജയിലുകളിലെ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. തടവുകാർക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കും. പുതിയൊരു സെൻട്രൽ ജയിൽ ആരംഭിക്കും. കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും തീരുമാനമെടുത്തു. ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയത്. മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. ഇയാളെ ഇന്ന് ഉച്ചയോടെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിക്കും. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. എന്നിട്ടും ദാരുണമായ സംഭവം ഉണ്ടായതിനാലാണ് കർശനമായ നടപടികളിലേക്ക് കടക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചു. സുരക്ഷാ പരിശോധനയ്ക്കായി പ്രത്യേക സംഘം രൂപീകരിക്കും. ഈ സംഘങ്ങൾ നേരിട്ട് ഓരോ സ്കൂളും സന്ദർശിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ സംബന്ധിച്ച് വിദ്യാഭ്യാസ ഡയറക്ടർമാർ ഈ മാസം 31 മുൻപായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കത്ത് നൽകണം. അടുത്ത മാസം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, കളക്ടർമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെ യോഗം ചേരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. കൊല്ലം സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ തേവലക്കര ഹൈസ്കൂളിലെ മാനേജരെ പിരിച്ചുവിട്ടു. താൽക്കാലികമായി സ്കൂൾ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കുട്ടിയുടെ കുടുംബത്തിന് ഉടൻ ധനസഹായം നൽകും. പുതിയ വീട് വെച്ച് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി തേവലക്കര സ്കൂൾ മാനേജർ ആർ തുളസീധരൻ പിള്ള. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്തിന്റെയും ഒപ്പം KSEBയുടെയും വീഴ്ചകളിൽ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായുള്ള തിരുവനന്തപുരം ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വനാതിർത്തികളിൽ വന്യമൃഗങ്ങളെ ആകർഷിക്കാത്ത തരത്തിലുള്ള ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് തുടങ്ങിയവയും സിട്രസ് പഴങ്ങളും കൃഷി ചെയ്യുന്നത് പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 30 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. കട്ടിപ്പാറ, മണ്ണാത്തി, ഏറ്റുമലയിൽ പാറയിടിച്ച് സാധ്യത മുന്നിൽ കണ്ട 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുടെയും യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നടപടി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. പുഴകളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലയിൽ ശക്തമായ കാറ്റാണ് വീശിയത്. മരം വീണ് ചില വീടുകൾ ഭാഗികമായും തകരുകയും ഗതാഗതം നേരിടുകയും ചെയ്തു. വിലങ്ങാട് മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. മേഖലയിൽ വീശിയ കാറ്റിൽ 2 വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി ബന്ധം തകരാറിലായി. കലാച്ചി, കക്കടൽ, നാദാപുരം മേഖലയിൽ 20 കിലോമീറ്റർ പരിധി ശക്തമായ കാറ്റാണ് വീശിയത്. മുക്കം, കാരശ്ശേരി, ഓമശ്ശേരി, കൊടിയത്തൂർ, ചാത്തമംഗലം, മാവൂർ, താമരശ്ശേരി പഞ്ചായത്തുകളും വീശിയ ശക്തമായ കാറ്റിൽ ലൈനിൽ മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം തകരാറിലാവുകയും കടകൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇന്നും മഴ തുടരുന്നു. തിരുവല്ല താലൂക്കിൽ നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7 കുടുംബങ്ങളിലെ 27 പേരുണ്ട്. 6 താലൂക്കുകളിലായി 71 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിലും കാറ്റിലും 99.17 ലക്ഷം രൂപയുടെ കൃഷിനാശമുണ്ടായി. ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ ശരാശരി 111.66 മില്ലിലിറ്റർ മഴയാണ് പെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കനത്ത മഴ തുടർന്ന ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ച് ഓറഞ്ച് വ്യത്യാസമില്ലാതെ വ്യാപക മഴക്കെടുതികളാണ് ഉണ്ടായത്. കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലും മണ്ണിടിച്ചിലുണ്ടായി. മരം വീണ കല്ലാർകുട്ടി മയിലാടുംപാറ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ശക്തമായി തുടരുകയാണ്. കല്ലാർകുട്ടി, പൊന്മുടി, മലങ്കര അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന നിലയിലാണ്. തൊമ്മൻകുത്ത് പുഴ കരകവിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകി. വാളറ, കുളമാങ്കുഴി ഉന്നതി പാലത്തിൽ വെള്ളം കയറി. ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴയും കാറ്റും ഉണ്ടായേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വാമനപുരം നദിയിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. പെരിയാറിലെ നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ എറണാകുളം ഭൂതത്താൻകെട്ട് ബാരേജിൽ സംഭരിച്ചിട്ടുള്ള വെള്ളം ഘട്ടം ഘട്ടമായി ഒഴുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തി. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. ഇരു ഡാമുകളുടെയും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്ത്യക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ ലീഡ്. ഇന്ത്യയുടെ 358 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 669 റൺസ് നേടി. 2ാം ഇന്നിംഗ്സ് തകർച്ചയോടെ തുടങ്ങിയ ഇന്ത്യയ്ക്ക് നിലവിൽ 2 വിക്കറ്റ് നഷ്ടമായി. 4ാം ദിനം ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റിന് 14 റൺസ് എന്ന നിലയിലാണ്. നിലവിൽ ഇംഗ്ലണ്ടിന് 297 റൺസ് ലീഡാണ് ഉള്ളത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 124ാം പതിപ്പാണിത്. പരിപാടിയുടെ മലയാള പരിഭാഷയും ഉണ്ടായിരിക്കുന്നതാണ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയെ ആദരിക്കുന്നതിനായി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ആദരാഞ്ജലി അർപ്പിച്ചു. കാർഗിലിൽ വീരമൃത്യു വരിച്ചവരുടെ ധൈര്യവും ക്ഷമയും ത്യാഗവും എപ്പോഴും രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. കേരളത്തിലും കാർഗിൽ വിജയ് ദിവസ് വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ച ധീര രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തി. പാളയം യുദ്ധ സ്മാരകത്തിൽ എയർ വെറ്ററൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വേണു വടക്കേടവും ഗ്രൂപ്പ് ക്യാപ്റ്റൻ പി കർമ്മചന്ദ്രനും പുഷ്പചക്രം അർപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. പ്രിൻസിപ്പൽ കേണൽ ധീരേന്ദ്രകുമാർ പുഷ്പചക്രം അർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽദീവ്സിലെ 60ാമത് സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സൌമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിക്കും. സുരക്ഷാ പരിശോധനയ്ക്കായി പ്രത്യേക സംഘം രൂപീകരിക്കും.
സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിയന്ത്രണം. ഇന്ത്യയ്ക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ ലീഡ്. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.